ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കവർന്നത് വ്യാപക മോഷണം നടന്ന കഴിഞ്ഞ 6-നാകുമെന്ന നിഗമനത്തിൽ പോലീസ്. ലഭ്യമായ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളുടെ മുഖം വ്യക്തമാകാത്തതാണ് അന്വേഷണത്തിന് പ്രതിസന്ധി. റെയിൽവേ ലൈൻ വഴി വന്ന ശേഷം ശ്രീരാം നഗർ കണ്ണിയമ്പുറം പ്രദേശങ്ങളിലേക്ക് കയറിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. പൂട്ടിയിട്ടിരുന്ന ശ്രീരാം നഗർ ശ്രീനന്ദനത്തിൽ നന്ദകുമാറിന്റെ വീട്ടിലെ കവർച്ച കഴിഞ്ഞ ദിവസമാണ് പുറത്തറിഞ്ഞതെങ്കിലും 6-ന് രാത്രി ആദ്യം കയറിയത് ഇവിടെയാകാം എന്ന് പോലീസ് കരുതുന്നു. റെയിൽവേ ലൈനിൽ നിന്ന് കണ്ണിയമ്പുറത്തെ പ്രധാന പാതയിലേക്കുള്ള റൂട്ടിൽ ആദ്യം ശ്രീനന്ദനം വീടാണ്. ഇവിടെ നിന്ന് 5 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം, ഡയമണ്ട് ആഭരണങ്ങളാണ് കവർന്നിരുന്നത്. നന്ദകുമാറും കുടുംബവും വിദേശത്താണ്. വീട് നോക്കുന്ന നെല്ലായിലെ ബന്ധുക്കൾ വൈദ്യുതി ബില്ലെടുക്കാനായി കഴിഞ്ഞ ദിവസം രാവിലെ എത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. സമീപത്തെ മറ്റു ചില വീടുകളിലും മോഷ്ടാക്കൾ എത്തിയതായി നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ഇത് മോഷ്ടാക്കളാകാൻ ഇടയില്ലെന്നാണ് പോലീസ് കരുതുന്നത്. കഴിഞ്ഞ 6-ന് 2 വ്യാപാര സ്ഥാപനങ്ങളിലും 2 ക്ഷേത്രങ്ങളിലും കവർച്ചയും 4 വീടുകളിലും 1 സ്ഥാപനത്തിലും കവർച്ചാ ശ്രമവുമാണ് നടന്നിരുന്നത്. പാലക്കാട് കുളപ്പുള്ളി പാതയോരത്തെ ഗോൾഡൻ പെയിന്റ്സ് എന്ന സ്ഥാപനത്തിലും ഇതേ കെട്ടിടത്തിന് മുകളിലെ നിലയിലെ അമൃത് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിലുമായിരുന്നു കവർച്ച. പെയിന്റ് കടയിലെ മേശവലിപ്പിൽ നിന്ന് 4000 രൂപയും CCTV DVR-ഉം 3 പെൻഡ്രൈവുകളും മോഷ്ടിച്ചു. സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ നശിപ്പിച്ചിരുന്നു. ആകെ 25,000-ഓളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരുന്നത്. അമൃത് ഫുഡ് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിനുള്ളിലെ മേശവലിപ്പിൽ സൂക്ഷിച്ച 6,800 രൂപയും മൊബൈൽ ടാബുമാണ് നഷ്ടപ്പെട്ടത്. കണ്ണിയമ്പുറം തെരുവിലെ മുനിയപ്പൻ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് 5,000 രൂപയോളം നഷ്ടപ്പെട്ടു. പ്രധാന പാതയോരത്തെ ഗുരുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് 3,000 രൂപയോളവും കവർന്നു. പാതയോരത്തെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹന ഷോറൂമിലും പ്രദേശത്തെ 4 വീടുകളിലുമായിരുന്നു മോഷണ ശ്രമം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.